ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. സാധാരണ രീതിയിലുള്ള സാമ്പാറല്ല, ഒരു വെറൈറ്റി സാമ്പാറാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് അളവിലുള്ള തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് കുതിർക്കാനായിട്ട് വെക്കാം. ഇതിപ്പോൾ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 4 വറ്റൽമുളക് കൂടി ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് 1 മണിക്കൂർ നേരം ഇതൊന്ന് കുതിർക്കാനായി വെക്കാം. വറ്റൽമുളകോ അല്ലെങ്കിൽ കാശ്മീരി മുളകോ, മൊത്തത്തിലുള്ള മുളക്, അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. 1 മണിക്കൂറിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്കിത് അരച്ച് നല്ല ഒരു പേസ്റ്റ് ആക്കി എടുക്കണം. ആ പേസ്റ്റ് കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ സാമ്പാർ നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ സാമ്പാറാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലെ വെള്ളമെല്ലാം കളഞ്ഞ് 1 മണിക്കൂറിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് അരമുറി മീഡിയം സൈസിലുള്ള സവാളയുടെ പകുതിയും ഒരു തക്കാളി മൊത്തത്തിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിക്കാം. അതായത് ഇതെല്ലാം നല്ലതുപോലെ അരഞ്ഞു വരാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഈ രീതിയിലാണ് ഇത്രയും നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കണം. ഇനി സാമ്പാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുക് ചേർത്ത് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് ചെറിയ ഉള്ളി, ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 15 മുതൽ 20 വരെയുള്ള ആ ഒരു അളവിൽ നിങ്ങൾക്ക് ചുവന്നുള്ളി എടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴട്ടിയെടുക്കുക. ചെറുതായി ഒന്ന് വാടി വരണം, ഒരുപാട് കളറൊന്നും മാറണ്ട. ഇതിലേക്ക് 3 പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. പച്ചമുളക്, വറ്റൽമുളക് ഇതൊക്കെയാണ് ഇതിൻ്റെ എരിവ് തരുന്നത്. അതുകൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് ചൂടായി വരണം. അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കുന്നതെന്ന് പറയുന്നത് തമിഴ്നാട് സ്റ്റൈലുള്ള ഒരു സാമ്പാറാണ്. ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി കൂടി ചേർക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ അരച്ചപ്പോൾ ഒരു തക്കാളി ചേർത്തിരുന്നു, ഇപ്പോഴും ഒരു തക്കാളി ചേർക്കുന്നുണ്ട്. അങ്ങനെ 2 തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സാമ്പാർ നമ്മുടെ കേരള സ്റ്റൈലുള്ള സാമ്പാറല്ല, ഒരു തമിഴ്നാട് സ്റ്റൈലുള്ള സാമ്പാറാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഞാനത് ഈ വീഡിയോയിൽ എടുത്ത് പറയുകയാണ്. കാരണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ടേസ്റ്റ് ഒത്തില്ല എന്ന് വരണ്ട. അതുകൊണ്ടാണ്. കാരണം നമ്മളിപ്പോൾ ആര്യ ഭവനിലൊക്കെ ചെല്ലുമ്പോൾ ചോറിൻ്റെ കൂടെ കിട്ടുന്ന ഒരു സാമ്പാറുണ്ടല്ലോ, ആ ഒരു ടേസ്റ്റിലുള്ള സാമ്പാറാണ്. തനി കേരള സ്റ്റൈൽ സാമ്പാറല്ല എന്ന് തയ്യാറാക്കുന്നത്. ഇത് ഞാൻ തയ്യാറാക്കിയിട്ട് ചോറിൻ്റെ കൂടെയല്ല, ശരിക്കും ഇഡലിയുടെയും ദോശയുടെയും കൂടെ നല്ലൊരു കോമ്പിനേഷനായിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ ആ ടേസ്റ്റിലുള്ള സാമ്പാർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു കോംബോയാണ് ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ. അപ്പോൾ തക്കാളി ഒന്ന് നന്നായി ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരുന്ന ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, പരിപ്പും മുളകും എല്ലാം കൂടെ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നീളത്തിൽ നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അതായത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വെള്ളം ചേർത്ത് കൊടുക്കണം. കാരണം ഇത് ചൂടായി വരുന്ന സമയത്ത് പരിപ്പായതുകൊണ്ട്, അത് പരിപ്പ് അരച്ച് ചേർത്തതായതുകൊണ്ട് തന്നെ ഈ ഒരു കറി കുറുകിപ്പോകാൻ, പെട്ടെന്ന് കുറുകി വരാനുള്ള സാധ്യതയുണ്ട്. അതനുസരിച്ച് വേണം നമ്മളിതിലേക്ക് വെള്ളം ചേർക്കാൻ. മുന്നോട്ട് പോകുന്നതോറും അത് കുറുകി വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് വേണമെങ്കിലും വെള്ളം ചേർത്ത് കൊടുക്കാം. ആ സമയത്ത് പച്ചവെള്ളം ചേർക്കാതെ ചൂടാക്കിയ വെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇതിലേക്ക് പൊടിയായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ജീരകവും യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പെരുങ്കായത്തിൻ്റെ പൊടി, നമ്മൾ സാമ്പാറിലെല്ലാം കായപ്പൊടി ചേർക്കുമല്ലോ, ആ കായത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് തിളയ്ക്കാനായിട്ട് വെക്കാം. അല്ലാതെ നമ്മൾ സാധാരണ സാമ്പാർ തയ്യാറാക്കുന്നത് പോലെ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ഈ ഒരു സാമ്പാർ ഈ ഒരു രീതിയിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായപോലെ തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. തിളച്ച ശേഷം നമുക്ക് വീണ്ടും ഒരു 10-15 മിനിറ്റ് നേരം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കാരണം ഇതിലേക്ക് ചേർത്തിരിക്കുന്ന പരിപ്പ് വെന്തിട്ടില്ല. അപ്പോൾ പരിപ്പ് വേവാനുള്ള സമയം കൊടുക്കണം. കറി തിളച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതായിട്ടില്ല. നന്നായി തിളച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം നമ്മളിത് വീണ്ടും കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് പുളി കൂടി ചേർക്കുന്നുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, അത് കുതിർത്ത് പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ്. കറിയുടെ പുളി നോക്കിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ 2 തക്കാളി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുളി കൂടി നോക്കിയിട്ട് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. നന്നായി തിളച്ച് വന്നതിന് ശേഷം ഞാനൊരു 1/2 ടീസ്പൂൺ കായപ്പൊടിയല്ല, ജീരകം പൊടിച്ചത്, നമ്മുടെ നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. എൻ്റെ സാമ്പാർ ഇവിടെ നന്നായിട്ട് തിളച്ച് അത് കുക്കായി വന്നിട്ടുണ്ട്.
ഇനി അവസാനം ഇതിലേക്കൊരു കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കോമ്പിനേഷനാണ് ഈ സാമ്പാർ ഇഡലിക്കും ദോശയ്ക്കൊക്കെ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തമിഴ്നാട് സ്റ്റൈല് സാമ്പാർ ഇഷ്ടമുള്ള ആളുകൾക്ക് ഈ ഒരു സാമ്പാർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക്